എന്നാൽ നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായി വരാമെന്ന ഒരൊറ്റ ഡയലോഗിൽ മലയാളികളെ മൊത്തം കൺവിൻസ് ചെയ്ത മനുഷ്യനാണ് സുരേഷ് കൃഷ്ണ. പരുക്കൻ വില്ലൻ വേഷം മാത്രമേ തനിക്ക് ചേരൂ എന്ന് ഇത്രയും കാലം അദ്ദേഹം നമ്മളെ കൺവിൻസ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ആ ട്രാക്ക് മാറ്റി കോമഡിയിലെത്തിയപ്പോൾ ഇത് ആ മനുഷ്യൻ തന്നെയാണോ എന്ന് അത്ഭുതപ്പെടുത്തും വിധമാണ് ഓരോ സിനിമയിലെയും അദ്ദേഹത്തിൻ്റെ പ്രകടനം. അത് അവസാനമായി എത്തി നിൽക്കുന്നത് ബത്ലഹേം കുടുംബ യൂണിറ്റിലാണ്. ഗിരീഷ് ഷെഡി, നിവിൻ, മമിത കോംബോ ഓണം വിന്നറാകുമ്പോൾ ആ കുടുംബ യൂണിറ്റിലെ ഓരോ അംഗങ്ങളും കയ്യടി നേടുന്നുണ്ട്. അതിൽ മുന്നിലാണ് ബൈജു ചേട്ടൻ. സ്ക്രീനിൽ വരുമ്പോഴെല്ലാം ആ ക്യാരക്ടറാണ് ഫോക്കൽ പോയിന്റ്. ഒരു കൗണ്ടർ പോലും ഇല്ലാതെ ബൈജുവിൻ്റെ സീൻ കടന്നു പോകുന്നില്ല. ആ ഘനഗംഭീര ശബ്ദത്തിൽ പ്രത്യേകതരം ടോണിൽ പുറത്തെത്തുന്ന തമാശയെല്ലാം ചിരി പടർത്തിക്കൊണ്ടേയിരുന്നു. നിവിനുമായുള്ള കെമിസ്ട്രിയും പക്ക. ബത്ലഹേം യൂണിറ്റിലെ സിഗ്മ ഗാങ്ങിലെ ലോലഹൃദയനായി അദ്ദേഹം എത്തിയത് തന്നെ ആ കഥാപാത്രത്തെ വ്യത്യസ്തനാക്കുന്നുണ്ട്. 2001 കരുമാടിക്കുട്ടനിലൂടെ വില്ലനായി മലയാള സിനിമയിൽ അരങ്ങേറിയ സുരേഷ് കൃഷ്ണ തുടർന്നുള്ള 2 പതിറ്റാണ്ടുകൾ നെഗറ്റീവ് ഷെയ്ഡുകളുടെ പര്യായമായി മാറി. കരുമാടിക്കുട്ടനിലെ ശേഖരൻ, മഞ്ഞുപോലൊരു പെൺകുട്ടിയിലെ ക്രൂരനായ രണ്ടാനച്ഛൻ, പാപ്പിയപ്പച്ചനിലെ മാണിക്കുഞ്ഞ്, ഈ കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് തെളിയിച്ചെങ്കിലും ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ ചങ്ങലയിൽ അദ്ദേഹത്തെ ബന്ധിച്ചു. അധികം ശബ്ദമുയർത്താതെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന വില്ലൻ, അധികാരത്തിൻ്റെ ഭാഷ സംസാരിച്ച് അടിച്ചമർത്തുന്ന കഥാപാത്രം, നായകനെ വെല്ലുവിളിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ്. ഇത്തരം വേഷങ്ങളിലൂടെ ഒരു സീരിയസ് ആക്ടർ എന്ന ഇമേജിനപ്പുറം സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. എന്നും കണ്ണ് ചുവപ്പിച്ചെത്തുന്ന വില്ലൻ റോളിൽ നിന്നൊരു മോചനം ലഭിക്കാൻ അദ്ദേഹത്തിന് കുറെ കാത്തിരിക്കേണ്ടി വന്നു. ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ നെഗറ്റീവ് റോൾ മീമുകളായും ട്രോൾ വീഡിയോകളായും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ നേരമാണ് സുരേഷ് കൃഷ്ണ എന്ന നടൻ വീണ്ടും ചർച്ചയായത്. വില്ലനിസത്തിൽ നിന്ന് തമാശ റോളുകളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർമേഷനും ആ സമയത്ത് തന്നെയാണ് നടന്നതും. സ്വഭാവ നടനായി തിളങ്ങുന്ന സമയത്ത് 2015 ഹ്യൂമർ ഇടകലർന്ന ആറ്റക്കോയായി അനാർക്കലി എത്തി. 2019 ഡ്രൈവിംഗ് ലൈസൻസ് ആ മനുഷ്യൻ്റെ കോമഡി പൊട്ടൻഷ്യൽ എത്ര മാത്രമാണെന്നതിൻ്റെ സാമ്പിൾ ആയിരുന്നു. ഭദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ സുരേഷ് കൃഷ്ണ കോമഡി വില്ലൻ എന്ന പുതിയ ടെറിറ്ററിയിലേക്ക് ചുവടുവെച്ചു. ആ ക്യാരക്ടറിൻ്റെ ടൈമിങ്ങും ബോഡി ലാംഗ്വേജും എല്ലാം പ്രശംസിക്കപ്പെട്ടു. ഗൗരവപ്പെട്ട മുഖഭാവത്തോടെ സീരിയസ് കാര്യങ്ങൾ പറയുക മാത്രമാണ് ഓരോ സിനിമയിലും അദ്ദേഹം ചെയ്തത്. എന്നാൽ അതെല്ലാം തമാശയായി മാറി. ഓരോ ക്യാരക്ടറിലും കൊണ്ടുവന്ന വ്യത്യസ്തതയും കൊമേഡിക് ടൈമിങ്ങുമെല്ലാം ഭംഗിയായതാണ് അവയിലെല്ലാം പുതുമ തോന്നിപ്പിച്ചത്. അൽത്താഫ് സലീമിൻ്റെ ഓടും കുതിര ചാടും കുതിരയും കൃഷാന്തിൻ്റെ മസ്തിഷ്ക മരണവുമെല്ലാം ലേറ്റസ്റ്റ് ആയ ഹ്യൂമർ റോളുകളാണ്. കോമഡി വേഷങ്ങൾ ചെയ്ത് പീക്ക് വില്ലനിസത്തിലേക്ക് ചുവടുവെച്ച താരങ്ങൾ മോളിവുഡിൽ അനവധിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ട്രാക്കിലാണ് സുരേഷ് കൃഷ്ണയുടെ യാത്ര. ഒരു കാലത്ത് നായകനെ വെല്ലുവിളിച്ച് അതേ നായകൻ്റെ ഇടികൊണ്ടു വീണ വില്ലനായി സ്ക്രീനിൽ നിറഞ്ഞ നടൻ ഇന്ന് അനായാസം തഗ്ഗടിക്കുകയും കൃത്യമായ ടൈമിങ്ങിൽ കൗണ്ടറുകൾ പറഞ്ഞ് തിയേറ്ററുകൾ ഇളക്കി മറിക്കുകയും ചെയ്യുന്നു. ബത്ലഹേമിലും ആ സ്ട്രീക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം. ട്രെയിലറിൽ കാണുന്ന സാമ്പിളിനപ്പുറം സിനിമയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കൗണ്ടറുകളുടെ എണ്ണത്തിൽ ബൈജു എന്ന ക്യാരക്ടർ മുന്നിൽ തന്നെയുണ്ട്. വില്ലനിസം മാത്രമല്ല, ഏത് റോളും തനിക്ക് ചേരുമെന്ന് കൺവിൻസ് ചെയ്യുകയാണ് ഓരോ സിനിമയിലൂടെയും അദ്ദേഹം. അതിനെയും തുടർന്ന് വെറൈറ്റി റോളുകളിലൂടെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമെല്ലാം അദ്ദേഹത്തിനാകട്ടെ. ആ തമാശകളെല്ലാം സെലിബ്രേറ്റ് ചെയ്യപ്പെടട്ടെ.